ഈ കേസ് തെളിയിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ ആധാരമാക്കിയിട്ടുള്ളത് ഫെലിക്സ്? അതെല്ലാം സംശയരഹിതമായി കോടതിക്ക് ബോധ്യപ്പെട്ടോ? അഭിലാഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ സാക്ഷി ഉണ്ടായിരുന്നില്ല എന്നതാണ്. കാരണം ഈ വീട്ടിൽ ഈ സംഭവം നടക്കുമ്പോൾ വിഷ്ണുപ്രിയ ഒറ്റയ്ക്കായിരുന്നു. വിഷ്ണുപ്രിയയുടെ തൊട്ടപ്പുറത്ത് തറവാട്ട് വീട്ടിൽ മറ്റൊരു മരണവുമായി ബന്ധപ്പെട്ട് ചടങ്ങ് നടക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഈ വീട്ടുകാരൊക്കെ പോയ സമയത്താണ് ഈ കൊലപാതകം നടത്തുന്നത്. അതുകൊണ്ട് ദൃക്സാക്ഷികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ശാസ്ത്രീയ തെളിവുകളാണല്ലോ ഏറ്റവും നിർണായകമായത്. കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ പോലീസിൻ്റെ പക്കൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ സമയത്ത്, അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ ഫോണിൽ വിഷ്ണുപ്രിയ സുഹൃത്തുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സുഹൃത്തിൻ്റെ കൃത്യമായ മൊഴി ആദ്യം തന്നെ ഈ കുറ്റം സമ്മതിച്ചിരുന്നു. അതായത് തുടക്കത്തിൽ ശ്യാംജിത്ത് ഇക്കാര്യങ്ങളൊക്കെ സമ്മതിച്ചിരുന്നു. മാത്രമല്ല താൻ ഉപയോഗിച്ച കത്തിയും എല്ലാം തന്നെ വീടിന് സമീപത്തെ ഒരു കുളത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കൊലപാതകം നടത്തിയ ശേഷം ഈ ശ്യാംജിത്ത് നേരെ വീട്ടിലേക്കാണ് പോയത്. വീട്ടിൽ പോയി കുളിച്ച ശേഷം അച്ഛൻ്റെ കടയിലെത്തി മീൻ കൂട്ടി ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ മീൻ കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ കടയിൽ, ഹോട്ടലിൽ ആളുകൾക്ക് ഭക്ഷണം വിളമ്പി നൽകുന്ന സമയത്താണ് പോലീസ് എത്തി ശ്യാംജിത്തിനെ പിടികൂടുന്നത് എന്നതാണ്. ശ്യാംജിത്തിലേക്ക് പോലീസിനെ എത്തിക്കാൻ ഏറ്റവും പ്രധാനമായ ഘടകമായത് ഈ സമയത്ത് വിഷ്ണുപ്രിയ മറ്റൊരു സുഹൃത്തുമായി ഫോണിൽ വിളിച്ചിരുന്നു. ആ സമയത്ത് ശ്യാംജിത്ത് വീട്ടിലേക്ക് കയറി വരുന്നു. അപ്പോൾ തന്നെ വിഷ്ണുപ്രിയ ഫോണിൽ പറയുന്നുണ്ട് ശ്യാംജിത്ത് വരുന്നുണ്ട്, എന്തെങ്കിലും സംഭവിക്കും എന്ന് പറയുന്നു. അങ്ങനെയാണ് ആ സുഹൃത്ത് ഈ കാര്യം പോലീസിൽ അറിയിച്ചാണ് ഈ ശ്യാംജിത്തിലേക്ക് കൃത്യമായ അന്വേഷണം എത്തുകയും പ്രതിയെ വളരെ വേഗം പിടികൂടാൻ പോലീസിന് കഴിയുകയും ചെയ്തു. ഏതായാലും ഇതൊരു സന്ദേശം നൽകുന്നൊരു വിധിയാകും. അതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കെതിരെ കൃത്യമായ സന്ദേശം നൽകുന്നൊരു വിധിയാകണം എന്നതാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും വാദിച്ചത്. കാരണം അതിക്രൂരമായി ഒരു പെൺകുട്ടിയെ 29 മുറിവുകളാണ് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ 10 മുറിവുകളും മരണശേഷമായിരുന്നു എന്നതാണ്. അത്രയും ക്രൂരമായ കൊലപാതകമാണ് നടന്നത്. ഈ കേസിൽ മൊത്തം 73 സാക്ഷികളുണ്ടായിരുന്നു. വിഷ്ണുപ്രിയയുടെ സഹോദരിയും അവരുടെ അടുത്തുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ അടക്കം 73 സാക്ഷികളാണ് ഈ കേസിലുണ്ടായിരുന്നത്. വെറും 15 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കിയാണ് ഈ കേസിൽ ഇപ്പോൾ. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഫെലിക്സ്. 15 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി കുറ്റവാളിയെ ശിക്ഷിക്കുന്നു എന്നുള്ളത് ഇത്തരം കേസുകളിൽ മാതൃകാപരമാണ്. ഇനി എന്ത് ശിക്ഷ കിട്ടുമെന്നാണ് അറിയേണ്ടത്. സ്വാഭാവികമായും പരമാവധി ശിക്ഷ പ്രോസിക്യൂഷൻ ചോദിച്ചിട്ടുണ്ടാവില്ല. കാരണം ഒരു ഡിറ്ററന്റ് ആവുന്ന വിധത്തിൽ, സമൂഹത്തിനൊരു സന്ദേശം കൊടുക്കുന്ന വിധത്തിൽ, ഇതുപോലെ പ്രണയം നിരസിച്ചതിന്റെ പേരിൽ ആളുകളെ കൊന്ന് തള്ളുന്ന കിരാത കൃത്യത്തിനെതിരെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു വിധി പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷ എന്നതാണ്. അതായത് കൊലക്കുറ്റം തന്നെ തെളിഞ്ഞ സ്ഥിതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നതാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും വാദിച്ചിട്ടുള്ളത്. കാരണം അതിക്രൂരമായ കൊലപാതകമാണ്. മുൻപും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടൊരു സന്ദേശം നാടിന്, ജനങ്ങൾക്കൊക്കെ നൽകണം. ആ രീതിയിലുള്ള ശിക്ഷ വേണം എന്നതാണ് ഇപ്പോൾ കോടതിയിൽ പ്രോസിക്യൂഷൻ പ്രധാനമായും വാദിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോടതി ഈ വിധിക്ക് തൊട്ടു മുൻപ് ഈ പ്രതിയോട് ശ്യാംജിത്തിനോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശ്യാംജിത്ത് കൂടുതലൊന്നും തന്നെ പറയാൻ തയ്യാറല്ല, എനിക്കൊന്നും പറയാനില്ല എന്നതാണ് ശ്യാംജിത്ത് പറഞ്ഞത്. മാത്രമല്ല ഈ കേസിൽ ഇതുവരെയും ശ്യാംജിത്തിന് ജാമ്യം ലഭിച്ചിട്ടില്ല എന്നതാണ്. കാരണം ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു. ഇങ്ങനെ ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ശ്യാംജിത്തിനെ ഇത്രയധികം 2 വർഷമായും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തന്നെ വെച്ചു. അതുകൊണ്ട് ഒരു തരത്തിലും ജാമ്യം കിട്ടിയിരുന്നില്ല. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വധശിക്ഷ നൽകണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം. ഒരുപക്ഷെ ജീവപര്യന്തമോ വധശിക്ഷയോ തന്നെ ലഭിക്കുന്ന കുറ്റമായി തന്നെയാണ് ഇതിനെ കണ്ടെത്തിയിരിക്കുന്നത്. കൊലക്കുറ്റമാണ്. അതുകൊണ്ട് ആ രീതിയിലേക്ക് ശിക്ഷ പോകാൻ തന്നെയാണ് സാധ്യത. ഏതായാലും അല്പസമയത്തിനകം ഇപ്പോൾ പ്രോസിക്യൂഷൻ ഈ ശിക്ഷാവിധിയിലുള്ള വാദമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രോസിക്യൂഷന്റെ വാദമാണ് ഇപ്പോൾ കോടതിയിൽ നടക്കുന്നത്. ആ വാദത്തിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരുപക്ഷെ ശിക്ഷ എന്തായിരിക്കും, ഈ അതിക്രൂരമായ കൊലപാതകം നടത്തിയ ശ്യാംജിത്തിന് കൊലക്കേർ കിട്ടുമോ അതല്ല മറ്റ് ജീവപര്യന്തം കിട്ടുമോ എന്ന കാര്യത്തിലൊരു വ്യക്തത വരെയും പ്രോസിക്യൂഷൻ പ്രധാനമായും വാദിക്കുന്നത് ഇതൊരു സന്ദേശം നൽകുന്ന വിധിയായിരിക്കണം. കാരണം പ്രണയം നിരസിച്ചതിനെ തുടർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തുക, അതും മൃഗീയമായി കൊലപ്പെടുത്തുക എന്നതാണ്. മാത്രമല്ല ഫെലിക്സ്, ഈ കുറ്റവാളിയുടെ ഒരു മനോനില അന്ന് സമൂഹം ഒരുപാട് ചർച്ച ചെയ്തിരുന്നു. 1 വർഷത്തിന് മുമ്പ് ഞാൻ ജീവപര്യന്തം തടവ് കഴിഞ്ഞ് 19 വയസ്സാകുമ്പോൾ ഇറങ്ങുമല്ലോ എന്ന് പറഞ്ഞ പ്രതിയുടെ മനോനില, എന്നാൽ ഞാൻ ഇവളെ കൊന്നു, അതവൾ അർഹിച്ചിരുന്നു, ഞാൻ ജയില് കഴിഞ്ഞ് ഇറങ്ങി വന്ന് ഇനിയും ജീവിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ആ മാനസികാവസ്ഥ കൂടി സമൂഹം ചർച്ച ചെയ്തതാണ്.
തീർച്ചയായും അഭിലാഷ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ പ്രതിയെ കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ തന്നെ കോടതിയിൽ കാണുമ്പോൾ യാതൊരു കൂസലുമില്ല, താൻ ചെയ്തു എന്ന രീതിയിൽ തന്നെയാണ്. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഈ കൊലപാതകം നടന്ന സമയത്ത് പോലീസിനോട് ഈ പ്രതി പറഞ്ഞു എന്ന് നമ്മൾ കേട്ടിരിക്കുന്നത്. അതായത് ഇതിപ്പോൾ പരമാവധി എനിക്ക് കിട്ടുകയാണെങ്കിൽ ജീവപര്യന്തം കിട്ടും, 14 വർഷത്തിന് ശേഷം എനിക്ക് പുറത്തിറങ്ങാം. ഇപ്പോൾ 27 വയസ്സാണ് ശ്യാംജിത്തിന് പ്രായം. അങ്ങനെയെങ്കിൽ ഒരു 40 വയസ്സിനുള്ളിൽ തന്നെ തനിക്ക് പുറത്തിറങ്ങാൻ കഴിയും എന്നതാണ് ശ്യാംജിത്ത് പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ളൊരു മനുഷ്യന്, അങ്ങനെയൊരു വ്യക്തിക്ക് എന്ത് തരത്തിലുള്ള ശിക്ഷാവിധിയായിരിക്കും നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. യാതൊരു തരത്തിലുള്ള കുറ്റബോധം ഒന്നും തന്നെ ശ്യാംജിത്തിന് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശ്യാംജിത്ത് ഉറച്ചു നിൽക്കുന്നു. പ്രണയപ്പക മൂലം താൻ കൊലപ്പെടുത്തി ഇതാണ് എന്ന് ആ തുടക്കഘട്ടത്തിൽ ശ്യാംജിത്ത് വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല അതിൽ തനിക്ക് ഒരു കുറ്റബോധവുമില്ല എന്ന രീതിയിലുള്ള ബോഡി ലാംഗ്വേജ് ആണ് ശ്യാംജിത്തിന് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ കോടതി ഒരുപക്ഷെ പരമാവധി ശിക്ഷയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ജീവപര്യന്തം ഏതെങ്കിലും ഒരു ശിക്ഷാവിധിയായിരിക്കും ശ്യാംജിത്തിന് ഉണ്ടാകുക എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇങ്ങനെ ഒരു വ്യക്തിക്ക് ജനങ്ങൾക്കൊരു സന്ദേശം നൽകുന്ന വിധിയിലേക്ക് തന്നെ പോകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ഓക്കെ. എന്തായാലും ഇനി ശിക്ഷാവിധി കാത്തിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് ഇക്കാര്യത്തിൽ ശിക്ഷാവിധി ഉണ്ടാകും.